ബസ്സിൽ ലൈവിൽ രാവിലെ അനീഷ് എന്തായാലും വീട്ടിലുള്ള എല്ലാവരും ആവശ്യത്തിന് വേണ്ടി ചൊറിയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇന്ന് ഞാൻ വിചാരിച്ച് രേണുസുതി നല്ല അടി കൊടുക്കുന്നു അനീഷിന്. അമ്മാതിരി ചീറിക്കൊണ്ട് വന്നു ഇത് രേണുസുതി. കാരണം അനീഷിൻ്റെ വർത്തമാനം അങ്ങനെയാണ്. സുതി ആരാ, രേണുസുതി ആരാ, സുതി എനിക്കറിയത്തില്ലെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മറ്റുള്ള അംഗങ്ങളെല്ലാം ഇങ്ങനെ പറയരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്നുണ്ടല്ലോ ഒരു കാര്യമുണ്ട്, അനീഷിനോട് സംസാരിച്ച് വിജയിക്കാൻ സത്യത്തിൽ രേണുസുതിക്കും ഇവനുണ്ടല്ലോ നെവിനും പറ്റും, അത് ഉറപ്പാണ്. നെവിൻ നല്ല ഭംഗിയായിട്ട് പറ്റും നെവിന്. പക്ഷേ അവിടെ ഇവർ സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ പിന്നെ അനീഷിനോട് ഇന്ന് തന്നെ രാവിലെ ഒരു നിറകുടം തുളുമ്പത്തില്ല, ഏതാണ് ശരി? നിറകുടം തുളുമ്പത്തില്ല, ഏതാണ് ശരി? ഇന്ന് രാവിലെ ആണെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ നിവിനാണെങ്കിൽ ഇങ്ങനൊരു ചോദ്യം നിവിൻ്റെ വായിൽ നിന്നാണ് വന്നത്, നിറകുടം തുളുമ്പത്. ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അനീഷ് എല്ലാവരോടും ചോദ്യം ചോദിക്കുന്നു. അന്നേരം നമുക്ക് തന്നെ ബോറടിക്കും പുള്ളിക്കാരൻ്റെ ഈ ചോദ്യം. അതായത് തന്നെ നിവിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ബിഗ് ബോസ് തരാത്തൊരു ടാസ്ക് ഞാൻ പറയാം. ഈ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് ഷോക്കേസിൽ വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഇങ്ങനെ മൈക്ക് എടുത്ത് കൊണ്ടുവന്ന് ഷോക്കേസിൽ കൊണ്ടുവന്ന് വെക്കുന്നു. രാവിലെ നിവിൻ പറയുന്നുണ്ട് അങ്ങനെ നല്ല അടി നടക്കുന്നുണ്ട് ബിഗ് ബോസിനകത്ത്, കണ്ടൻറ്റോട് കണ്ടൻറ്റ് എല്ലാം. മിക്കവാറും ലാലേട്ടൻ്റെ അതിന് നല്ലത് കേൾക്കും കേട്ടോ. പുള്ളിക്കാരനാണെങ്കിൽ ബിഗ് ബോസിലെ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഒരു ചുക്കും പുള്ളിക്കാരൻ ചെയ്യുന്നില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വഴക്ക് നടന്നാൽ അതിന് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം പുള്ളിക്കാരൻ തന്നെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടുവന്ന് നോക്കുന്നത്. ചിലരോട് മാത്രം പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലരോട് പുള്ളിക്കാരൻ ചിലർ ചെയ്യുന്ന തെറ്റുകളെയൊന്നും പുള്ളിക്കാരൻ മൈൻഡേ ചെയ്യുന്നില്ല. ടോട്ടലി ഫുള്ള് ഇന്ന് രാവിലെ ബിഗ് ബോസ്, ഞാനാണ് ബിഗ് ബോസ് എന്ന് വരെ പറഞ്ഞത്. ബിഗ് ബോസ് ഞാനാണ് ഇവിടുത്തെ ബിഗ് ബോസ് എന്നും അടുത്ത തവണയും ഞാനായിരിക്കും ഇവിടുത്തെ ക്യാപ്റ്റനെന്നും എല്ലാ ആഴ്ചയിലും ഞാനാണ് ക്യാപ്റ്റനെന്നൊക്കെ അനീഷ് ഇവിടെ ആൾക്കാരുടെ മുമ്പിലോട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കേൾക്കുന്തോറും അവിടെ ഉള്ളവർ എന്താ ചെയ്യും? ഷൗട്ടായിക്കൊണ്ടിരിക്കും. ചൊറിച്ചില്ലല്ലേ, ചൊറിഞ്ഞോർത്തിരിക്കുക. അവർ കേൾക്കുന്തോറും അവർ തിരിച്ച് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാവരും ഇപ്പോൾ അനീഷിൻ്റെ പിന്നാലെ നടന്ന് കണ്ടന്റ് ഉണ്ടാക്കുക. സ്വന്തമായിട്ട് ആർക്കും കണ്ടന്റ് ഇല്ല എന്ന് വേണം പറയാൻ.